ഇനി സ്പോർട്സ് ആൻഡ് ഷോർട്സിലേക്ക് പോകാം. സന്തോഷ് ട്രോഫി കലാശപ്പൂരിൽ വീണ കേരളം ഇത്തവണയും മടങ്ങിയത് റണ്ണേഴ്സ്-അപ്പായി. 79ാം പതിപ്പിന്റെ ഫൈനലിൽ എക്സ്ട്രാ ടൈമോളം നീണ്ട മത്സരത്തിൽ കേരളം സർവീസസിനോട് തോൽവി വഴങ്ങിയത് 1-0. എക്സ്ട്രാ ടൈമിൽ 109ാം മിനിറ്റിൽ അഭിഷേക് പവാറാണ് സർവീസസിന്റെ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളം സർവീസസിനോട് തോൽവി വഴങ്ങിയതും അഭിഷേകിന്റെ ഗോളിലായിരുന്നു. 12ാമത് ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ അഭിമാന താരം ആൻസി സോജൻ വെങ്കല മെഡൽ നേടി. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന മത്സരത്തിൽ 6.21 മീറ്റർ ദൂരം ചാടിയാണ് ആൻസി ലോങ് ജമ്പിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ സീസൺ നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്ന ആൻസി ഈ വർഷത്തെ മികച്ച തുടക്കമായാണ് ഈ മെഡലിനെ കാണുന്നത്. 2026 ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 5 മെഡലുകളുമായി ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പുരുഷ ഹെപ്റ്റാത്തലണിൽ തേജസ്വിൻ ശങ്കർ സ്വർണവും, ഹൈജമ്പിൽ ദേശീയ ഇൻഡോർ റെക്കോർഡോടെ പൂജ സിംഗ് വെള്ളിയും, പുരുഷന്മാരുടെ ഷോട്ട് പുട്ടിൽ തജീന്ദർ പാൽ സിംഗ് തോറിന്റെ വെള്ളി, പുരുഷന്മാരുടെ ഹൈജമ്പിൽ ജെ ആദർശ് റാമിന്റെ മറ്റൊരു വെങ്കലം എന്നിവയുമാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ. കേരള കരാട്ടെ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 46ാമത് കേരള സംസ്ഥാന സബ് ജൂനിയർ സീനിയർ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2026 ഫെബ്രുവരി 15-16 തീയതികളിൽ തൃശൂരിലെ VKM മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. 14 ജില്ലകളിലെ ഏകദേശം 1500 അത്ലറ്റുകൾ ഈ മെഗാ ഇവന്റിൽ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.